അർദ്ധരാത്രി 1 മണിയോടെയാണ് വിപിൻ ഉറക്കമുണർന്നത്. വലിയ ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ വെള്ളം കാൽമുട്ടോളം ഇരച്ചെത്തുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഭയന്നു പോയപ്പോൾ അതിവേഗം ഭാര്യയെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് വീടിന് മുകളിലേക്ക് കയറി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. തൊട്ട അയൽവക്കത്തെ വീട്ടുകാരും രക്ഷ തേടിയെത്തി. വീടിൻ്റെ തൂണിലും മറ്റും പിടിച്ചു നിന്നപ്പോൾ വെള്ളം ഒരുവിധം കുറഞ്ഞതെന്ന് തോന്നിയത് 4 മണിയോടെയാണ്. അപ്പോഴേക്കും വീട് ഇടിഞ്ഞ് താഴേക്ക് താണിരുന്നു. എങ്കിലും പൊളിഞ്ഞു വീണതൊക്കെ പെറുക്കി മാറ്റിയാൽ വീടിനകത്തേക്ക് കയറാം എന്ന അവസ്ഥയായിരുന്നു. വെളിച്ചം വീണ് കഴിഞ്ഞ് വീടിനകത്തേക്ക് കയറാം എന്ന് കരുതി ആ സ്ഥലം വിട്ട് പ്രിയപ്പെട്ടവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ വിപിൻ മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ വീട് നിന്നിടത്ത് കണ്ട കാഴ്ച ഹൃദയം പൊട്ടിക്കുന്നതായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ JCB അടക്കമുള്ള വാഹനങ്ങൾ ബാക്കി നിന്ന വീട് കൂടി ഇടിച്ചു നിരത്തിയിടുകയായിരുന്നു. അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് 60 അതിലധികം വരുന്ന സ്വർണവും ദിവസങ്ങൾക്ക് മുമ്പ് ഏലം വിറ്റ് കിട്ടിയ 7 ലക്ഷം രൂപയും അല്ലാതെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശും ഒക്കെയായിരുന്നു. എല്ലാം ഭദ്രമായി വീട്ടിലെ അലമാരയിലാണ് സൂക്ഷിച്ചിരുന്നത്. പൊട്ടുന്ന ഹൃദയത്തോടെയാണ് വിപിൻ എല്ലാം തകർന്നു കിടക്കുന്ന കാഴ്ച കണ്ടത്. ഇവിടെ പണിയെടുത്ത വാഹനങ്ങളിലുള്ളവരോടും രക്ഷാപ്രവർത്തകരോടും ചോദിച്ചപ്പോൾ അറിഞ്ഞത് അപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ അവിടെ നിന്നവർക്ക് പെറുക്കി കൊടുത്തുവെന്ന മറുപടിയാണ്. ഹൃദയം തകരുന്ന വേദനയോടെയാണ് വിപിൻ ഈ വാക്കുകൾ കേട്ടത്. വീടും നാടും എല്ലാം നഷ്ടപ്പെട്ടിരിക്കെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. സ്വർണവും പണവും പോയെന്നതിൻ്റെ പേരിൽ ഇങ്ങനെ കരയാനും പാടില്ല. പക്ഷേ നിവർത്തിക്കേടാണ്. ഇനി അതേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മുൻപോട്ട് ജീവിക്കേണ്ടേ? ഈ ഇട്ട തുണിയും ബാഗുമല്ലാതെ മറ്റൊന്നും കയ്യിലില്ല. അതുകൊണ്ടാണ് ഹൃദയം പൊട്ടുന്നത്. വർഷങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയതല്ലേ. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് തിരിച്ചു തരണം എന്ന് മാത്രമാണ് വിപിൻ കൈകൂപ്പി അപേക്ഷിക്കുന്നത്. വിപിൻ്റെ വീട് നിൽക്കുന്ന ഇടം വരെയാണ് ഉരുൾപൊട്ടൽ സർവ്വസംഹാര താണ്ഡവമാടി ഒലിച്ചുപോയത്. അതിൻ്റെ പുറകിലെ വീടുകൾ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാതെ നിൽക്കുന്നത് വീഡിയോകളിൽ കാണാൻ സാധിക്കും. ഇവിടം വിട്ട് ക്യാമ്പിലേക്ക് പോകുമ്പോൾ അല്പനേരം കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമായ ശേഷം തിരിച്ചു വന്ന് ബാക്കി വന്ന സാധനങ്ങളെങ്കിലും പെറുക്കിയെടുക്കാമെന്ന് കരുതി പോവുകയും ശേഷം തിരിച്ചെത്തുകയും ചെയ്തപ്പോഴാണ് വീട് നിന്നിടം തന്നെ ഉഴുതുമറച്ചിട്ടതുപോലെ കണ്ടത്. അവിടെ എവിടെയാണ് വീട് എന്ന് പോലും തിരിച്ചറിയാനാകാതെ വന്നതോടെ നെഞ്ചു പൊട്ടുകയായിരുന്നു വിപിന്. വീടിൻ്റെ മുകളിൽ വിൽക്കാൻ വേണ്ടി ചാക്കുകെട്ടുകളിലായി സൂക്ഷിച്ചിരുന്ന ഏലവും കുരുമുളകും ഒന്നും ഇപ്പോൾ കാണാനുമില്ല. പലരും ആശ്വാസവാക്കുകളുമായി എത്തിയെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോയതറിഞ്ഞ് ഹൃദയം പൊട്ടിക്കരയുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.